നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാ പിന്നെ ചെന്നാട്ടെ. இந்த பொண்ணுக்கு பாக்கியம் இருக்கு, அதுதான் இது இப்படியாச்சு. എന്തൊക്കെയാണോ തനി കാണിച്ചു കൂട്ടിയത്? ഒരു കുടുംബത്തെയാണ് തനി പരീക്ഷിച്ചത്. സാധാരണ ചേട്ടാ മാപ്പാക്കണം. ഇതാ പറഞ്ഞത്, കൊതിച്ചത് കിട്ടൂല, വിധിച്ചതേ കിട്ടൂ. അവരിതുവരെ വന്നില്ലേ രാമകൃഷ്ണ? ഇപ്പൊ വരൂ അമ്മേ. അമ്മേ അവരെത്തി. വരൂ. നമസ്കാരം. വീട് തെറ്റിപ്പോയല്ലേ? கொஞ்சம் കൂടി ലേറ്റ് ആയിരുന്ന കല്യാണമേ മുടിഞ്ഞിരിക്കും. ഒരു തെറ്റിദ്ധാരണ. ബ്രോക്കർ പറഞ്ഞായിരുന്നു. വരൂ. വീണയുടെ അമ്മ മരിച്ചുപോയി. என்னடா இது, எங்க போய் பார்த்தாலும் அம்மை இல்லை, இந்த ஊரே இப்படியா? അമ്മയില്ലാതെ വളർന്നു എന്ന് വെച്ച് അടക്കോ ഒതുക്കൊന്നും കുറവല്ല കേട്ടോ. അല്ല, പെണ്ണ് കാണാൻ വരുന്നവര് അതൊക്കെ ആവോലോ നോക്കുക. അതൊന്നും സാരമില്ല. ആയുസ് നമ്മൾ തീരുമാനിക്കുന്നതല്ലല്ലോ. എനിക്ക് ഇവര് രണ്ടുപേരാ. ജീവൻ ബിസിനസ് ചെയ്യുന്നു, ജ്യോതി പഠിക്കുന്നു. ശരവണൻ ഞങ്ങളുടെ കുടുംബാംഗം പോലെ തന്നെയാ. കുറെ കാലമായി ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇവിടെ പിന്നെ എന്റെ അമ്മയുണ്ട്. പ്രായത്തിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഹരി. അതാരാ? എന്റെ പെങ്ങളുടെ മോന. അവന്റെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. അവനാ ഇവിടത്തെ കൃഷി കാര്യങ്ങളൊക്കെ നോക്കുന്നതേ. അവൻ അത്യാവശ്യമായിട്ട് കൃഷി ഓഫീസർ വിളിച്ചു. അവനിപ്പോ തന്നെ ഇങ്ങ് വരും. എങ്കില് മോളെ ഒന്ന് വിളിച്ചാലോ? അല്ല, എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട്. അതൊക്കെ ആദ്യം കയറിയെടുത്തൊന്ന് കഴിഞ്ഞു. മോളെ ഒന്ന് വിളിക്കും. മോളെ വീണേ, മോളിങ്ങ് വരൂ. என்னடா இது, மேக்கப் ஷாப்பா? ഹായ് ആന്റി. ജീവൻ, കുട്ടിയോട് എന്തെങ്കിലും ചോദിക്ക. വീണ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണോ? സോഷ്യൽ മീഡിയ എനിക്ക് ക്രേസാ. ചില ദിവസം നേരം വെളുക്കുന്നത് വരെ ഞാനിരിക്കും. ബെസ്റ്റ്. വാലന്റൈൻസ് ഡേക്ക് പബ്ബിൽ പോവാറുണ്ടോ? നോർമലി
വൺസ് ഇൻ എ വീക്ക് പോവും. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ അല്ലേ? ദ ഹോൾ ഡേ ഞാനും ഫ്രണ്ട്സും ഒക്കെ അവിടെ ആയിരിക്കും. ജീവൻ എങ്ങനെയാ? ഇത്തരം കാര്യങ്ങളല്ലല്ലോ, വേറെയില്ലേ പരസ്പരം ചോദിക്കാൻ. ആ ഡിഗ്രി പാസ്സായതല്ലേ? എത്ര പെർസെന്റേജ് ഉണ്ട്? അല്ല അതിപ്പോ നോക്ക്. 80. ആക്ച്വലി എക്സാം ടൈമില് എനിക്ക് സുഖമില്ലായിരുന്നു. കോളേജിൽ എല്ലാവരും എനിക്ക് റാങ്ക് പ്രതീക്ഷിച്ചിരുന്നതാ. അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തേ. അതെന്തിനാ? ജീവന്റെ സർട്ടിഫിക്കറ്റ്സ് ഞാൻ ചോദിച്ചില്ലല്ലോ. കല്യാണമല്ലേ, ജോലിക്കുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും അല്ലല്ലോ. എന്താ മോനെ ഇത്? ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നവര് തമ്മില് എല്ലാം അറിഞ്ഞിരിക്കണം എന്നല്ലേ? പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. എന്താ ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ? ഏയ് ഇല്ല, ഈ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തോണ്ട് വരാം. മോൾക്കൊന്നും തോന്നണ്ട കേട്ടോ. ചില കാര്യങ്ങളിൽ ഇവൻ ഇങ്ങനെയാ. ഏട്ടനെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. മനസ്സിലാക്കിയ എളുപ്പാ. അമ്മ എഴുന്നേറ്റെ. എന്താടാ? എത്ര പെർസെന്റേജ് ആണെന്ന് പറഞ്ഞ്? 80%. 80 അല്ല, 18. 18%. അത് പിന്നെ ആന്റി, കല്യാണം നടക്കാൻ വേണ്ടി ഇത്ര നുണ പറയുന്നവൾ കല്യാണം നടന്ന എത്ര പറയും? നേരം വെളുക്കുന്നത് വരെ പബ്ബും സോഷ്യൽ മീഡിയയും. അമ്മ വരുന്നുണ്ടോ? ജീവൻ സോറി കേട്ടോ. അവന്റെ ജീവിതമല്ലേ, അവന്റെ ഇഷ്ടമല്ലേ നോക്കാൻ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.